നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിസ എന്നത് നമ്മുടെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ തന്നെയാണ്. വിസ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയത്നം നിറഞ്ഞ കാര്യം കൂടിയാണ്. എന്നാൽ ഇതാ ചില രാജ്യങ്ങൾ വിസയുടെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടറിയാം. വിസ എടുക്കാനും മറ്റുമായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട എന്നാണ് പറയപ്പെടുന്നത്. കാലം മാറി കോലവും മാറി. ഈ വിസയ്ക്ക് ഇപ്പോൾ കോലം മാറിയിരിക്കുകയാണ്. അതായത് ഇലക്ട്രോണിക് വിസയ്ക്ക് ഇനി നന്ദി പറയാം. ഇമിഗ്രേഷൻ വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക നിയമരേഖയാണ് ഇപ്പോൾ ഈ വിസ എന്ന് പറയുന്നത്. ഒരു വിദേശ രാജ്യത്തേക്ക് പ്രവേശിക്കാനും യാത്ര ചെയ്യാനും നിങ്ങളെ അധികാരപ്പെടുത്തുന്നു. ഫോമുകൾ ഫയൽ ചെയ്യുന്നത് മുതൽ പണം നടത്തുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ഓൺലൈനിൽ ചെയ്യാവുന്നതാണ്. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ വിസ നിങ്ങളുടെ ഇമെയിലിലേക്ക് കൈമാറുന്നതായിരിക്കും. ഇന്ത്യൻ പൗരന്മാർക്ക് ഈ വിസ വാഗ്ദാനം ചെയ്യുന്ന ചില രാജ്യങ്ങളെ അറിയാം. സിംഗപ്പൂരാണ് അതിലൊന്ന്. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങളിലൊന്നാണ് സിംഗപ്പൂർ. എന്നിട്ടും ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ എളുപ്പമാണ്. ഫ്ലൈറ്റുകളും വേഗത്തിലും നേരായ ഈ വിസ അപേക്ഷാ പ്രക്രിയയിലും സിംഗപ്പൂർ യാത്ര സുഗമമാക്കുന്നു. കാഴ്ചകൾ ആസ്വദിക്കാനായി നിരവധി ഇടങ്ങൾ സിംഗപ്പൂരിലുമുണ്ട്. അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ ഇവിടുത്തെ നഗരങ്ങൾക്ക് മൂടിക്കൂട്ടുന്നു. മനുഷ്യനിർമ്മിത ബീച്ചുകൾ, മറീന പേ, ലൈറ്റ് ഷോകൾ, വിനോദവും സാഹസികതയും നിറഞ്ഞ യൂണിവേഴ്സൽ സ്റ്റുഡിയോ, ലോകത്തിലെ ഏറ്റവും മികച്ച മൃഗശാല എന്നിവ ഈ രാജ്യങ്ങളിലെത്തിയാൽ സന്ദർശിക്കാവുന്നതാണ്. പിന്നെയുള്ളത് തുർക്കിയാണ്. ലോകപ്രശസ്തമായ സ്മാരകങ്ങളും പുരാതന അവശിഷ്ടങ്ങളും ആകർഷകമായ പലതും ഈ രാജ്യത്ത് കാണാനുണ്ട്. ഓട്ടോമൻ, റോമക്കാർ, ബൈസന്റൈൻസ് എന്നിവർ ഇവിടെ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചിട്ടുമുണ്ട്. ചുറ്റിലും 3 കടലുകളും ആ നാടിന്റെ സൗന്ദര്യത്തിന് മാച്ചു കൂട്ടുന്നു. ഇനിയുള്ളത് കംബോഡിയ. ക്ഷേത്രങ്ങളുടെയും സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെ നാടാണ് കംബോഡിയ. വിസ പ്രക്രിയ ലളിതമാക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവും കംബോഡിയയിലെ രാജ്യാന്തര സഹകരണവും ഈ വിസ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രക്രിയകൾ പൂർത്തിയാക്കിയ ശേഷം സുരക്ഷ, ആപ്ലിക്കേഷൻ, പേയ്മെന്റ്, വിസ ഡൗൺലോഡ് ചെയ്യാൻ എന്നിവ ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ്. ഇനിയുള്ളത് ജോർജിയയാണ്. ട്രക്കിംഗ്, സൈക്ലിംഗ്, കുതിരസവാരി, റാഫ്റ്റിംഗ്, സ്കീയിങ് എന്നിവയിൽ സന്തോഷം കണ്ടെത്തുന്ന സാഹസികത പ്രേമികൾക്കും യാത്രക്കാർക്കും ആകർഷകമായ ക്യാൻവാസാണ് ജോർജിയ. വൈൻ ഉത്ഭവിച്ച രാജ്യമെന്ന ഖ്യാതിയും ജോർജിയയ്ക്ക് ഉണ്ട്. യൂറോപ്പിന്റെയും ഏഷ്യയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ജോർജിയ മികച്ച സംസ്കാരവും പൈതൃകവും പുരാതന നഗരങ്ങളും കത്തീഡ്രലും മാന്യരായ ആളുകളാലും സമ്പന്നമാണ്. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും സന്ദർശനത്തിന് മുമ്പ് ഒരു വിസ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ജോർജിയ ഈ വിസ സൗകര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനിയുള്ളത് അർമേനിയയാണ്. മനോഹരമായ പർവ്വതങ്ങൾ, ആകർഷകമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, യക്ഷിക്കഥകളിൽ കാണുന്ന കോട്ടകൾ എന്നിവയാൽ അർമേനിയ ഏഷ്യയിലെയും യൂറോപ്പിലെയും ഏറ്റവും മികച്ചത് തന്നെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് എന്നോർത്തുകൊള്ളുക. സങ്കീർണമായ ചരിത്രം, മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ, 100 വർഷം പഴക്കമുള്ള സ്മാരകങ്ങൾ എന്നിവയാണ് നിങ്ങളുടെ കൗതുകമെങ്കിൽ അർമേനിയ നിങ്ങൾക്കുള്ള സ്ഥലമാണ്. നാവിഗേഷൻ സൗകര്യങ്ങൾ കുറവായതിനാൽ യാത്രാ വെല്ലുവിളി നിറഞ്ഞതാവും. എന്നാൽ ആകർഷകമായ കാഴ്ചകൾ കാണുമ്പോൾ ഇതെല്ലാം മാറി മറിയും. ഇനിയുള്ളത് ഐവറി കോസ്റ്റ് ആണ്. ഐവറി കോസ്റ്റിലെ വനങ്ങളിൽ ഫോട്ടോ സഫാരികൾ വളരെ ജനപ്രിയമാണ്. ഈ വിസയ്ക്ക് രാജ്യം ചില നിബന്ധനകളും വച്ചിട്ടുണ്ട്. ഒന്നിലധികം എൻട്രി ലഭിക്കുമെങ്കിലും പരമാവധി 30 ദിവസത്തെ താമസം മാത്രമാണ് അനുവദിക്കുക. പാസ്പോർട്ട്, വ്യക്തിഗത വിശദാംശങ്ങളുടെ സ്കാൻ ചെയ്ത സർട്ടിഫിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ്, താമസത്തിനുള്ള തെളിവ് എന്നിവ ഈ വിസയ്ക്ക് ആവശ്യമാണ്. ഇനിയുള്ളത് ജിബൂട്ടി. എത്യോപ്യ, സൊമാലിയ, എറിത്രിയ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ജിബൂട്ടി ആഫ്രിക്കയുടെ തനത് പ്രദേശങ്ങളിൽ ഒന്നാണ്. ഫ്രഞ്ച്, അറബിക്, സൊമാലി, അഫാർ എന്നിവയാണ് അവരെ സംസാരിക്കുന്ന ഭാഷ. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമായ അസൽ തടാകം സ്ഥിതി ചെയ്യുന്നത് ഈ ചെറിയ രാജ്യത്താണ്. ഉപ്പ് തടാകങ്ങൾ, വംശനാശം സംഭവിച്ച അഗ്നിപർവ്വതങ്ങൾ, കൂറ്റൻ മലയിടുക്കുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ പ്രകൃതി ദൃശ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഈ കൊച്ചു രാജ്യത്തേക്ക് ഇന്ത്യക്കാർക്ക് സന്ദർശനം നടത്താൻ ഈ വിസ മതിയാകും. ഇനിയുള്ളത് ഗാബോൺ. മധ്യ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഗാബോൺ സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ 11.25% ഭൂമി ദേശീയോദ്യാനവുമായി സംരക്ഷിക്കപ്പെടുന്നു. വൈറ്റ് സാൻഡ് ബീച്ചുകൾ മുതൽ മഴക്കാടുകൾ വരെ വിവിധതരം പ്രകൃതി ദൃശ്യങ്ങൾ ഗാബണിൽ നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതുമാണ്. മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ കൂടാതെ വിയറ്റ്നാം, ഒമാൻ, ബഹ്റൈൻ, കെനിയ, എത്യോപ്യ, തായ്ലാന്റ്, ഉഗാണ്ട, സാംബിയ, സിംബാബ്വെ തുടങ്ങി 24ഓളം രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് ഈ വിസ സൗകര്യം അനുവദിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.